our community. And the last one reading, the fourth reading, that is from the Gospel of St. John, is the dramatic scene in which Jesus is cleansing the temple of Jerusalem. Human temptation. Sometimes we commercialize everything, including the church. And those days, the temple of Jerusalem was a bit commercialized. And Jesus is cleansing the temple. That's a reminder to us. The temple of God has to remain always holy and remain the temple of God, and not for the human interests, but the glory of God, and to serve humanity. So now I switch over to Malayalam to say a few words. എൻ്റെ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്കും നമ്മുടെ വികാരി ജനറൽ അച്ഛൻ ഫ്രാൻസിസ് അച്ഛനും, തീർച്ചയായിട്ടും നമ്മുടെ വികാരി അയക്കുന്ന ഫ്രാൻസിസ് അച്ഛനും, മറ്റെല്ലാവർക്കും ഇവിടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഒരു കൊച്ചു സമൂഹമാണെങ്കിലും ഇത്ര മനോഹരമായിട്ടുള്ള, ഇത്ര പരിശുദ്ധവും പരിപാവനവും സുന്ദരവുമായിരിക്കുന്ന പള്ളി ഇത്ര പെട്ടെന്ന് പണിയാൻ സാധിച്ചത് ദൈവത്തിൻ്റെ സവിശേഷമായ കൃപയും കരുണയും കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. ഇതിന് കാരണക്കാരായ എല്ലാവരെയും നന്ദിയോടെ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഞാൻ ഓർക്കുന്നത് നമ്മുടെ കപ്പൂച്ചിൻ അച്ഛനായിരിക്കുന്ന ഫ്രാൻസിസ് അച്ഛൻ കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കിവിടെ കുർബാന ചൊല്ലി തന്നു. പിന്നെ ഫ്രെഡി അച്ഛൻ ഇവിടുത്തെ ചാപ്ലിനായിട്ട് വന്നു. പിന്നീട് നമ്മുടെ ബിജു അച്ഛൻ ചാപ്ലിനായിട്ട് വന്നു. അവസരത്തിൽ നമ്മുടെ പള്ളി ഇടവകയായിട്ട് ഉയർത്തപ്പെട്ടു. അച്ഛൻ്റെ കാലത്ത് ഈ പള്ളി പണിയാനുള്ള സ്ഥലങ്ങൾ ഏർപ്പാടാക്കി, അതിനുള്ള ആവിഷ്കാരങ്ങളൊക്കെ ആരംഭിച്ചു. പിന്നീട് നമുക്ക് ഫ്രാൻസിസ് പുല്ലുകാട്ടിൽ അച്ഛൻ നമ്മുടെ വികാരിയായിട്ട് വന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ കൊച്ചു സമൂഹമാണെങ്കിലും എല്ലാവരുടെയും ഉത്സാഹത്തോടു കൂടിയുള്ള, ഐക്യത്തോടു കൂടിയുള്ള അത്യഷ്ണത കൊണ്ട് നമുക്ക് ഈ പള്ളി ഇത്ര മനോഹരമായിട്ട് പണി തീർക്കാനായിട്ട് സാധിച്ചു. ഇതിന് സഹകരിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും നന്ദിയോടെ ഇപ്പോൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. പള്ളി പണിയുക എന്ന് പറയുന്നത് സാഹസികമായിട്ടുള്ള കാര്യമാണ്. ഇത്ര പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായിട്ടും മറ്റ് മാനസികവും സാമൂഹികവുമായിട്ടുള്ള സഹകരണം കൊണ്ടും ഇതിനെ സഹായിച്ച എല്ലാവരെയും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ മാത്രമല്ല, സിറോ മലബാർ സഭയിലെ മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ മാത്രമല്ല, ഓസ്ട്രേലിയൻ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇതിന് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അതിന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേവാലയം മിശിഹായാകുന്ന അടിസ്ഥാന ശിലയിൽ പണിയപ്പെട്ടതായിരിക്കണമെന്ന് പൗലോസ്ലീഹ തന്നെ അനുസ്മരിപ്പിച്ചത് ഓർക്കുക. സഭ എന്ന് പറയുന്നത് ഈശോയുടെ ഭൗതിക ശരീരമാണ്. നമ്മളെല്ലാവരും ആ ശരീരത്തിലെ അവയവങ്ങളാണ്. നമുക്കറിയാം, ഇവിടെ കല്ലും മണ്ണും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നു. കണ്ടാലേ ആ കല്ലോ മണ്ണോ ഒന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാം ഒരു ദേവാലയമാണ്. ഇതുപോലെയുള്ള ഐക്യവും കൂട്ടായ്മയും സഹകരണവും എന്നും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. കാരണം നമ്മളെല്ലാവരും മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ആ ബോധ്യം നമുക്ക് എന്നും ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതവും ഈ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മിശിഹായാകുന്ന അടിസ്ഥാനത്തിലായിരിക്കണം എന്നും നിലകൊള്ളേണ്ടത്. ഈശോ എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അത് മാത്രമായിരിക്കണം നമ്മൾ എന്നും ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്. ഞാൻ ഈ അടുത്ത അവസരത്തിൽ നമ്മുടെ മജീഷ്യൻ മുതുകാടിൻ്റെ ഒരു വീഡിയോ സ്ട്രിപ്പ് കണ്ടു. എൻ്റെ വിചാരം ഈ മുതുകാട് എന്ന് പറയുന്നത് ഒരു മജീഷ്യൻ മാത്രമാണെന്നാണ്. അദ്ദേഹം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള
ടോക്കുകൾ കൊടുക്കുമെന്ന് ഞാൻ അടുത്ത അവസരത്തിലാണ് അറിഞ്ഞത്. അദ്ദേഹം ചോദിക്കുകയാണ് ചെറുപ്പക്കാരോട്, എന്തിനാ മൈക്ക്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈക്ക്? വാട്ട് ഇസ് ദ യൂസ് ഓഫ് മൈക്ക്? ആൻഡ് എവരിബഡി, ഇറ്റ് വാസ് വെരി ക്ലിയർ ടു ദം. ഇറ്റ് വാസ് ഫോർ ഹിയറിംഗ്, ലിസണിങ് ബെറ്റർ. എന്തിനാ ലൈറ്റ്? കാണാൻ, കേൾക്കാൻ, കാണാൻ. നമുക്ക് എല്ലാറ്റിൻ്റെ ഉപയോഗം അറിയാം. എന്നിട്ട് അയാൾ ചോദിച്ചു, എന്തിനാ നിന്റെ ജീവിതം? വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? അപ്പം കേൾവിക്കാര് പരിങ്ങി, എന്തിനാ ജീവിതം? നമുക്ക് കാര്യങ്ങളുടെ ഉപയോഗം അറിയാം, എന്താ ജീവിതത്തിൻ്റെ ഉപയോഗം? എന്തിനാ നിന്റെ ജീവിതം എന്ന് ചോദിച്ചാൽ നമ്മിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും? ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന എത്ര പേരുണ്ട് തമ്മിൽ? ആ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ? ഉത്തരത്തിന് അകലെയൊന്നും പോണ്ട. ഞാൻ 8 വയസ്സിൽ കാറ്റഗിസം പഠിച്ചു, ആദ്യ കുർബാന സ്വീകരണത്തിന്. അതിലെ ആ ചോദ്യോത്തര വേദോപദേശ പുസ്തകമുണ്ട്. അതിലെ ആദ്യത്തെ ചോദ്യം എന്താ? ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം എന്താ? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ചോദ്യം എന്താ? എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? അതിൻ്റെ ഉത്തരോ God created me to know Him, to love Him, to serve Him, and to be always with Him in heaven. 4 കാര്യങ്ങൾ. ശരിക്ക് ഒരു ഉത്തരവുള്ളൂ, ദൈവത്തോടുകൂടെ എന്നും സ്വർഗരാജ്യത്തിലായിരിക്കാൻ. അതിനുള്ള ഉപാധികളാണ് ആദ്യത്തേത് 3. To know God, to love God, and to serve God, so that finally I'll be always united with God. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് സാധ്യമാകാൻ വേണ്ടിയാണ്, നമ്മെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു ഇടവക ദേവാലയം. ഈ ഇടവക ദേവാലയത്തിൽ 2 തരത്തിലാണ് നമ്മൾ ദൈവത്തെ അറിയുക. ഒന്ന്, കൂദാശകളിലൂടെ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. രണ്ടാമത്, ദൈവവചനത്തിലൂടെ. ആ ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് മതബോധനം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദൈവത്തെ നമ്മൾ സഭയിൽ അറിയുന്നത് 2 വിധത്തിലാണ്, കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവചനത്തിലൂടെയും. ഈ ദൈവവചനത്തിൽ ഊന്നിയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് പ്രചോദനം നൽകാനും കൗദാശിക ജീവിതത്തിലൂടെ ഈശോയെന്നും കണ്ടുമുട്ടാനുമുള്ള വേദിയാണ് നമ്മുടെ ഈ ദേവാലയം. ദൈവത്തെ അറിയുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഈശോ പറഞ്ഞിട്ടില്ലേ, പിതാവിനെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന്. അപ്പം ഈ ദേവാലയത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തേത്, ടു സെർവ് ഗോഡ്. ദൈവത്തെ ഇങ്ങനെയാ സേവിക്കുക. ദൈവത്തിന് നമ്മുടെ സേവയൊന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന മനുഷ്യർക്കാണ് നമ്മുടെ സേവയുടെ ആവശ്യമുള്ളത്, നമ്മുടെ ശുശ്രൂഷയുടെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ ദേവാലയം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഒരു സമൂഹമായിട്ട്, ഒരു എക്സ്ക്ലൂസീവ് സമൂഹമായിട്ട്, തനിക്ക് താൻ പോരുന്നവരായിട്ട് സ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ളതല്ല. ഇവിടെ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട്, ഇവിടെ നിന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് ശുശ്രൂഷ വഴിയായിട്ട് പങ്കുചേരാനായിട്ട് നമുക്ക് സാധിക്കാൻ വേണ്ടിയാണ്. അതാണ് സഭയുടെ മിഷൻ എന്ന് പറയുന്നത്, സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. ഈ ഒക്ടോബർ മാസം മിഷൻ മാസമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈശോയെ നമ്മൾ അറിയാനും നമ്മൾ അറിഞ്ഞ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നല്ലൊരു അനുഭവം ഉണ്ടായി. അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്നൊരു അനുഭവം. ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ സെൻട്രൽ കമ്മ്യൂണിറ്റിയിൽ
കുർബാന സ്വീകരണത്തിന്, ആദ്യ കുർബാന സ്വീകരണത്തിനും ശൈലലേപനത്തിനുമായിട്ട് മെൽബണിൽ നിന്ന് ഫ്ലൈറ്റിൽ വരാൻ മെൽബൺ എയർപോർട്ടിൽ വന്നിരിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അസാധാരണമായിട്ടുള്ള വിധത്തിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു 70-കാരനോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഞാൻ കോളറൊക്കെ വെച്ചിട്ടുണ്ട്, അച്ഛനാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു അഡലൈഡിനാണ്. അപ്പം അയാൾ പറഞ്ഞു ഞാൻ അഡലൈഡിനാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങോട്ട് പോകണേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കത്തോലിക്ക വൈദികനാണ്. പിന്നീട് കുറച്ചും കൂടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കത്തോലിക്ക ബിഷപ്പാണ്. കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകാനും സ്ഥൈര്യലേപനത്തിനുമാണ് ഞാൻ പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം 8-10 വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചതും സ്ഥൈര്യലേപനം സ്വീകരിച്ചതുമായിട്ടുള്ള പള്ളിയെപ്പറ്റിയും അത് കൊടുത്ത മെത്രാനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഒരു $50 എടുത്ത് തന്നിട്ട് പറഞ്ഞു, അവിടെ നാളെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ സന്തോഷം പങ്കിടാനായിട്ട് അവർക്ക് മിഠായി മേടിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. 62 കൊല്ലം മുമ്പ് തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ സന്തോഷം 70-കാരനായ അദ്ദേഹം ഇന്ന് യാതൊരു മുൻപരിചയമില്ലാത്ത നമ്മളുമായിട്ട് പങ്കിടുന്നത്. ഇതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ലഭിച്ച ഈശോയിലുള്ള സന്തോഷം, ഈശോയുടെ സുവിശേഷത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതം വഴിയായിട്ട്, നമ്മുടെ പ്രവൃത്തികൾ വഴിയായിട്ട്, നമ്മുടെ വാക്കുകൾ വഴിയായിട്ട്, നമ്മുടെ നന്മ വഴിയായിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കിടാനായിട്ടുള്ള വലിയ ഊർജം സ്വീകരിക്കുന്ന സ്രോതസ്സായിരിക്കണം നമ്മുടെ ഇടവക ദേവാലയം, നമ്മുടെ ഇവിടുത്തെ ഔദാശിക പരികർമ്മങ്ങൾ, നമ്മൾ പഠിക്കുന്ന ദൈവവചനം, നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ. ഇതിന് നമ്മെ പക്വതയുള്ളവരാക്കി തീർക്കുന്നതായിരിക്കണം. അതിനുള്ള വലിയ അടിസ്ഥാനമാണ് നമ്മൾ ഈ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മം വഴിയായിട്ട് സാധിക്കണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അടിസ്ഥാനപരമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിലേക്ക് പൗലോസ്ലീഹ പറയുന്ന പോലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നമ്മൾ അനുഭവിക്കാനുള്ള ആ വിളി സ്വീകരിച്ചവരാണ് നമ്മൾ. കഴിഞ്ഞ ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ ഒരു സഹോദരി, ഒരു മകള് വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആ വലിയ സംഭവത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ മറ്റേ മെത്രാന്മാരോട് എനിക്കും സാധിച്ചു. മറിയം ത്രേസ്യ അമ്മ. ഒരു മറിയം ത്രേസ്യ മാത്രം പോരാ, നമ്മളെല്ലാവരും വിശുദ്ധരാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സഭയിലെ ദൈവത്തിൻ്റെ വിളി. ആ വിളിക്ക് നമുക്ക് ശക്തി നൽകുന്ന, പ്രചോദനം നൽകുന്ന, ഊർജം നൽകുന്ന, ദൈവാനുഗ്രഹം നൽകുന്ന വേദിയാണ് നമ്മുടെ ഈ ഇടവക ദേവാലയം. അതിന് ചേരാത്ത ഒന്നും ഈ ദേവാലയത്തിലോ ഈ ഇടവകയിലോ സംഭവിക്കരുത് എന്നാണ് പൗലോസ്ലീഹ, അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം ഈശോയുടെ ആ ദേവാലയ ശുദ്ധീകരണം എന്ന ആ നാടകീയമായിട്ട് സംഭവത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഈ ദേവാലയം, ഒരുപാട് പേരുടെ സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാൻ ഓർക്കുന്നത് എല്ലാവരുടെയും സ്വപ്നത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു സാക്ഷ്യമായിട്ട് നമ്മിൽ നിന്ന് നിത്യസമ്മാനത്തിനായിട്ട് 3 മാസം മുമ്പ് വിളിക്കപ്പെട്ട സുമ ജോർജിനെയാണ്. നമ്മുടെ പള്ളി കമ്മിറ്റി അംഗം കൂടിയാണ്. അവർ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി കൂട്ടായ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അവരോ ചെയ്യുന്ന സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് സുമ ഈ സന്തോഷകർമ്മത്തിൽ പങ്കെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാകും. ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ദേവാലയ നിർമ്മാണ പൂർത്തീകരണത്തിനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും, അതിന് നേതൃത്വം കൊടുത്ത അച്ഛന്മാരെയും കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും ബാഹ്യമായും ആന്തരികമായും പ്രാർത്ഥന വഴിയായും സാമ്പത്തികമായിട്ട് സഹായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ യുഫ്രാസിയുടെ മധ്യസ്ഥ്യവും പ്രത്യേകമായിട്ടുള്ള പരിപാലനയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവമാതാവ് പരിശുദ്ധ അമ്മ എന്നും നിങ്ങളെ അമ്മയുടെ മാതൃസഹിതമായുള്ള വാത്സല്യത്തിൽ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പുണ്യദിനത്തിന് അനുഗ്രഹങ്ങൾ, മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് ദേവാലയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലേക്ക് കടക്കാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യുഗങ്ങൾക്ക് മുമ്പുള്ളവനും നിത്യം നിലനിൽക്കുന്ന അധികാരിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സൗമ്യരുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ ബോസ്കോ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഈ ലോകത്തിലെ എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പാപിയുടെ നാശം ആഗ്രഹിക്കാതെ അവൻ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തൻ്റെ സ്ലീവ വഴി മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും സ്വർഗവാസികളെ ആനന്ദിപ്പിക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പത്രോസാകുന്ന പാറമേൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട കർത്താവെ, നരകശക്തികളെ കീഴ്പ്പെടുത്തി നിരന്തരം അതിനെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജെറുസലേം ദേവാലയത്തിൽ അശ്രദ്ധമായി വർദ്ധിച്ചവരെ അവിടെ നിന്നും പുറത്താക്കിയ കർത്താവെ, ഈ ദേവാലയത്തിന്റെ പരിപൂജ്യമായ അഭംഗം പാലിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സംഭാവനകൾ നൽകിയോ അധ്വാനം വഴിയായോ മറ്റേതെങ്കിലും വിധത്തിലോ ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് സഹായിച്ചിട്ടുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധ ഉപ്രസമയുടെ നാമത്തിൽ പണി പൂർത്തിയാക്കുന്ന ഈ ദേവാലയത്തിൽ വന്നുകൂടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ഈ നാട്ടിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെയും രക്ഷകനായ മിശിഹായെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദിവ്യരഹസ്യങ്ങൾ മൂടുന്ന തിരുവസ്ത്രമാണ്. ഈശോയുടെ കല്ലറ മൂടിയ കല്ലിനെയും കല്ലറയുടെ ഉള്ളിൽ ചുരുട്ടി വച്ചിരുന്നതായി കാണപ്പെട്ട വസ്ത്രത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ദേവാലയ കുദാശയുടെ പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. കാർമ്മികരിൽ ഒരാൾ കുദാശ ചെയ്യുവാനുള്ള തൈലം ശോശാപ്പ കൊണ്ട് മൂടി കുർബാന പീഠത്തിന്മേൽ വയ്ക്കുന്നു. തൈലം കൂദാശ ചെയ്യുന്നതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യാത്മകതയെ ഇത് അർത്ഥമാക്കുന്നു.
വിശ്വാസ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാന കാർമ്മികൻ തുടങ്ങിത്തരുന്ന സഭയുടെ വിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും ബോധ്യത്തോടെ ഏറ്റുചൊല്ലാം. വിശ്വാസ പ്രമാണം ചൊല്ലിയതിനു ശേഷം അഭിമന്യ പിതാവ് 3 പ്രാവശ്യം താണു വണങ്ങിക്കൊണ്ട് പരിശുദ്ധ മധുബകയെ സമീപിക്കുന്നു. തുടർന്ന് കൂദാശയ്ക്കൊരുക്കമായി തൈലപാത്രത്തിൽ മേലുള്ള ശോശപ്പ മാറ്റി ശ്ലീവായുടെ അടയാളത്താൽ തൈലം റൂഷ്മ ചെയ്യുന്നു. Shoshapa is a piece of holy cloth that covers the holy mysteries. It represents the stone in front of Jesus' tomb and the rolled up cloth found inside the tomb. We are approaching the most important part of the consecration rites. One of the ministers covers the sacramental oil with shoshapa and keeps it on the altar. The covering of the oil with shoshapa symbolizes the mysteries involved in the sanctification of the oil. Let us recite the acclamation of faith, which the bishop will begin. After reciting the acclamation of faith, the bishop bows deeply 3 times and then approaches the holy madbaha. In continuation of the sacramental rites, he removes the shoshapa kept above the anointing oil vessel with a sign of the cross and applies the oil. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസ്ഥിതിയുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യയും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.